കിടന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഒന്നും നോക്കിയില്ല, നല്ല അടിപൊളി ഉറക്കം. രാത്രി ഇപ്പോൾ ഉറക്കം ശരിയാവണില്ല. മറ്റേ നോൽമ്പ് കഴിഞ്ഞതിന് ശേഷമേ രാത്രി ഉറങ്ങാതെ പകൽ ഉറങ്ങി ശീലമായിട്ട് ഇപ്പം അതേമാതിരിയായി. രാത്രി ഉറക്കം കമ്മിയാണ്. ഏതായാലും 12:26 12:40 പോലെ വിടും. അപ്പോൾ സ്കൂളിലേക്കൊന്ന് പോയി നോക്കാം. നാട്ടിലത്തെ അത്ര ചൂടുപടല്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ നല്ല അതിശക്തമായ ചൂടാന്ന് പറഞ്ഞത്. നാട്ടിൽ ഇതിവിടെ അത്രക്ക് അങ്ങോട്ട് തോന്നില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞാലേ 500 റിയാല് ഫൈനാ. 500 നിൽക്കുമെന്നറിയില്ല. വെക്കണ മറ്റേ മൊബൈലിൽ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ കാർമേ, അത് വാങ്ങണം. പക്ഷെ ഇപ്പൊ മൊബൈലിൽ ഞാൻ വെച്ചിക്കണ അങ്ങേ തലക്കെ ഡോറിന്റെ അതിലാണ്. ഒരു പോച്ചില്ലേ ഡോറിന്റെ, അതിൽ ഇന്ന് രാത്രി ഉറക്കം വന്നാൽ മതി. എങ്ങനെ കടന്ന് പേരന്റ് നോക്കിയാൽ രാത്രി ഉറക്കം വരില്ല. ഇന്നലെ 10 മണിക്ക് കിടന്നിങ്ങനെ. ഇപ്പൊ ഇന്ന് 12, 1 മണിയായിട്ട് ഉറക്കം വരുന്നില്ല. ഇടക്കിടക്ക് നീക്കുക, പോവുക, വെള്ളം കുടിക്കുക, മൂത്രമൊഴിക്കുക, കടന്നുറങ്ങുക. എനിക്കൊണ്ട് 3 മണിയൊക്കെ കഴിക്കണ കടന്നപ്പോ 3 മണിക്ക് കിടന്ന 5:30 നീക്കും ചെയ്തില്ല. ഇവിടെ 2 മണിക്കൂർ ഉറക്കം കിട്ടിയിട്ടുള്ളൂ. പിന്നെ ആ ഉറക്കം സ്കൂളിട്ട് വന്നാലാണ് ഉറങ്ങുന്നത്. ഇതൊരു 3 മണിക്കൂർ ഉറങ്ങി. അതുകൊണ്ട് ആ ഉറക്കം കൊണ്ട് ചോറ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വന്നിട്ട് വേണം വെക്കാൻ. ഭയങ്കര പ്രശ്നമാണിത് രാത്രി ഉറങ്ങാഞ്ഞാലേ. പിന്നെ ഒന്നും അതേമാതിരി ആവുകയാണ്. പകലുറങ്ങുക, രാത്രി ഉറക്കം വരാതൊക്കെ. എല്ലാ പരിപാടിയും മുടങ്ങുകയാണ് ഇങ്ങനെ ആവുമ്പോൾ. എക്സസൈസ് ചെയ്യാൻ മടിയാവും. കാരണം പകലുറങ്ങല്ലേ. ചോറും കറി ഉണ്ടാക്കാൻ അതിനൊന്നും സമയമല്ല. ഇനി പകലേ ഉറങ്ങാതെ പിടിച്ചു വെക്കുക, രാത്രി വേഗം കടന്നുറങ്ങുക. നടക്കും. നമ്മളെ ചെക്കന്മാരും എത്തിയില്ല. സെയ്തലവി എത്തിക്കണം. ചൂടുകൊണ്ട് ആരും ഇറങ്ങണില്ല. ഇപ്പൊ പാർക്കിൽ ഇരിക്കില്ല. കാരണം ആ മരത്തിന്റെ ചുവട്ടിൽ കംപ്ലീറ്റ് പുഴുക്കളാണ്. പിന്നെ ആ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി. ചൂടാണ്, വെയിലാണ്. ഉണ്ടോ ആൾക്കാരുണ്ട്. എന്നാലും ചെക്കന്മാർ 2 ആളുണ്ട് അവിടെ. വണ്ടി നിർത്താൻ സ്ഥലം നോക്കട്ടെ. നമ്മളെ അയൽവാസിന്റെ സൈക്കിളാട്ടത്. ഓൻ്റെ മുതലാളി പുതിയൊരു സൈക്കിൾ വാങ്ങി കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് തന്നു. അപ്പോൾ ഇവിടുന്ന് കടയിൽ പോകാനും, കട അടുത്ത് തന്നെയാണ്, നടക്കാനുള്ളൂ. എന്നാലും ഇനി സൈക്കിൾ ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ, ഒരു എക്സസൈസ് പോയി. അപ്പോൾ പൊളിയല്ലേ. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു സൈക്കിൾ വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നു. സെക്കൻഡ് ഹാൻഡിൽ കുറേ തിരഞ്ഞു കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഇത് കിട്ടി. ഇത് മതി. പഴയതാണെങ്കിലും നമുക്കിങ്ങനെ ഈ എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ കടയിൽ പോകാനും, അപ്പുറത്തെ കൂട്ടുകാരുടെ റൂമൊക്കെ അവിടെ പള്ളിയിൽ പോകാനൊക്കെ അടിപൊളിയായി.